ഹായ് ഡിയർ നീറ്റ് ആസ്പിരൻസ്, നമ്മുടെ അടുത്ത GIB എത്താറായി. നെക്സ്റ്റ് GIBയിൽ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത ചാപ്റ്ററാണ് പ്ലസ് വൺ ഫിസിക്സിലെ അവസാനത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സിലെ ഒരു ചെറിയ ടോപ്പിക് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു ചെറിയ ട്രിക്കാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ട്രിക്കല്ല, ആക്ച്വൽ കോൺസെപ്റ്റ് തന്നെയാണ്. പല കുട്ടികൾക്കും ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ലോജിക്കൽ അപ്രോച്ചോട് കൂടി നമുക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറ്. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചിതമായ ക്വസ്റ്റ്യൻ ആയിരിക്കാം. രണ്ട് സൗണ്ട് സോഴ്സ് തരും. അത് ട്യൂണിംഗ് ഫോർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോണോമീറ്റർ വയറോ സ്ട്രിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. രണ്ട് സൗണ്ട് സോഴ്സ് തരും, എയും ബിയും. അവ രണ്ടും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എത്ര ബീറ്റ് ഉണ്ടാവും എന്നും പറയും. അപ്പോൾ രണ്ട് സോഴ്സ് ഓഫ് സൗണ്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ഫ്രീക്വൻസി ഡിഫറൻസ് ആണ്. അപ്പോൾ ഡെൽറ്റ ന്യൂ ക്വസ്റ്റ്യനിൽ തരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെൽറ്റ ന്യൂ ഇപ്പോൾ ഒരു 5 ആണെന്ന് കരുതിക്കും. എന്നിട്ട് അതിൽ ഒരു ഫ്രീക്വൻസി നോൺ ആയിരിക്കും, ഒന്ന് അൺനോൺ ആയിരിക്കും. ഇപ്പോൾ എയും ബിയിൽ ഏതെങ്കിലും ഒരു വാല്യൂ ക്വസ്റ്റിൽ തരും. എന്നിട്ട് അൺനോൺ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പോൾ ബീറ്റ് ഫ്രീക്വൻസിക്ക് എന്താ സംഭവിക്കുക എന്നും പറയും ക്വസ്റ്റനിൽ. എന്നിട്ട് അതിൽ അൺനോൺ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറയാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 480 ഹെഡ്സ് പ്രൊഡ്യൂസസ് 10 ബീറ്റ് വെൻ സൗണ്ടഡ് വിത്ത് എ വൈബ്രേറ്റിംഗ് സോണോമീറ്റർ. അപ്പോൾ ആ വൈബ്രേറ്റിംഗ് സോണോമീറ്റർ അൺനോൺ ഫ്രീക്വൻസിയാണ്. ഇപ്പോൾ 480 ആണ് നോൺ ഫ്രീക്വൻസി. അപ്പോൾ 480യും ഒരു അൺനോൺ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്തപ്പോൾ 10 ബീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റി ഉള്ളത്. ഒന്നുകിൽ 480 മൈനസ് അൺനോൺ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 10, അല്ലെങ്കിൽ അൺനോൺ ഫ്രീക്വൻസി മൈനസ് 480 ഈസ് ഈക്വൽ ടു 10. ഈ രണ്ട് പോസിബിലിറ്റി ഉള്ളത്. ഫസ്റ്റ് പോസിബിലിറ്റി പ്രകാരം ഈ അൺനോൺ ഫ്രീക്വൻസി 470 ആണ്. സെക്കൻഡ് ഇക്വേഷൻ പ്രകാരം അൺനോൺ ഫ്രീക്വൻസി 490 ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യനിൽ ഇനി പറയുന്ന സെൻറ്റൻസ് നോക്കിയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ രണ്ട് ഓപ്ഷനും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഓപ്ഷൻ്റെ അകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. 490 ഉണ്ടാവും, 470 ഉണ്ടാവും. അത് എല്ലാ ക്വസ്റ്റ്യനിലും ആ രണ്ട് ഓപ്ഷൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെടുത്ത് മുന്നോട്ട് പോകണം, ഏത് ഇക്വേഷനാണ് ശരി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇനി പറയുന്ന ഡാറ്റാസ് നോക്കണം. വാട്ട് മസ്റ്റ് ബി ദ ഫ്രീക്വൻസി ഓഫ് ദ സ്ട്രിങ്? അൺനോൺ ഫ്രീക്വൻസിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇഫ് ഇൻക്രീസ് ഇൻ ടെൻഷൻ പ്രൊഡ്യൂസസ് ലെസ്സർ ബീറ്റ്. ആ അൺനോൺ ഫ്രീക്വൻസി സോണോമീറ്റർ വയറാണ്. സോണോമീറ്റർ വയറിൻ്റെ ഫ്രീക്വൻസി ആസ് വി നോ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടെൻഷൻ. അപ്പോൾ ഇൻക്രീസ് ഇൻ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. സോണോമീറ്റർ വയറിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. സോണോമീറ്റർ വയറിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താൽ ആസ് പെർ ദിസ് ഇക്വേഷൻ ഇവിടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ആ 470 എന്ന് പറയുന്ന വാല്യൂ കൂടുക എന്നാണല്ലോ. അപ്പോൾ 480 നിന്ന് 470 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 10 കിട്ടുന്നത്. അപ്പോൾ ആ 470 എന്ന് പറയുന്ന വാല്യൂ കൂടിയിട്ട് ഒരു 475 ഒക്കെ ആവുകയാണെങ്കിൽ ഈ 10 എന്ന് പറയുന്നത് കുറഞ്ഞിട്ട് 5 ആവും. അപ്പോൾ ആസ് പെർ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ അൺനോൺ ഫ്രീക്വൻസി കൂടുമ്പോൾ ബീറ്റ് ഫ്രീക്വൻസി കുറയും. രണ്ടാമത്തെ ഇക്വേഷൻ പ്രകാരം ഇവിടെ അൺനോൺ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ കുറയ്ക്കുകയാണ്. അപ്പോൾ ആ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 495 ആയാൽ എന്താ സംഭവിക്കുക? 495 മൈനസ് 480 ഈസ് ഈക്വൽ ടു 15 വരിക. അവിടെ ബീറ്റ് ഫ്രീക്വൻസി കൂടുക ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അൺനോൺ ഫ്രീക്വൻസി കൂട്ടിയപ്പോൾ ആ സോണോമീറ്റർ വയറിൻ്റെ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോണോമീറ്റർ വയറിൻ്റെ ഫ്രീക്വൻസി, അതായത് അൺനോൺ ഫ്രീക്വൻസി കൂടും. അൺനോൺ ഫ്രീക്വൻസി കൂടുമ്പോൾ ലെസ്സർ ബീറ്റ് പ്രൊഡ്യൂസസ് എന്നാണ് പറഞ്ഞത്. ലെസ്സർ ബീറ്റ് പ്രൊഡ്യൂസസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അസംഷനാണ് ശരി, രണ്ടാമത്തെ തെറ്റാണ്. അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് അസംഷൻ പ്രകാരം ആൻസർ ഇസ് 470. സോ ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കൂ നിങ്ങൾ. When two tuning fork A and B sounded together 4 beat per second produces. The frequency of B is 384. അപ്പോൾ B 384 ആണ്. അപ്പോൾ ഒന്നുകിൽ ന്യൂ എ മൈനസ് 384 ഈസ് ഈക്വൽ ടു എത്ര ബീറ്റ് ഹൗസിൽ പറഞ്ഞ് 4, ഓർ 384 മൈനസ് ന്യൂ എ ഈസ് ഈക്വൽ ടു 4. ഇത് രണ്ടും നിങ്ങൾ എഴുതി വെക്കുക. ഇതിൽ ഏതാണ് ശരി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതിൽ ഏതാ ശരി എന്ന് മനസ്സിലാവണമെങ്കിൽ ബാക്കി പറയുന്ന സെൻറ്റൻസ് വായിക്കണം. വെൻ വൺ ഓഫ് ദ പ്രോങ്സ് ഓഫ് ദ ഫോർക്ക് എ ഈസ് ഫൈൽഡ്. ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രോങ്ങിൻ്റെ തിക്നെസ് നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്തിട്ട് അത് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി കൂടുക ചെയ്യുക, വാക്സ് ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുക. നമുക്കറിയാലോ. അപ്പോൾ ഫയൽ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കൂടും. ഏത് ട്യൂണിംഗ് ഫോർക്കിനെ ഫയൽ ചെയ്തത്? എ ആണ് ഫയൽ ചെയ്തത്. ബീൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. എൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം ബീറ്റ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. നമ്മൾ നേരത്തെ എടുത്ത അതേ കോൺസെപ്റ്റ്. സെക്കൻഡ് ഇക്വേഷൻ പ്രകാരം നോക്കൂ, എയുടെ ഫ്രീക്വൻസി കൂടുമ്പോൾ 384 എന്നൊരു നമ്പർ കുറയ്ക്കുകയാണ്. ആ കുറയ്ക്കുന്ന നമ്പർ ഇൻക്രീസ് ചെയ്താൽ ആ ഡിഫറൻസ് കുറയും. ദാറ്റ് മീൻസ് ബീറ്റ് ഫ്രീക്വൻസി കുറയും. ഇനി ക്വസ്റ്റിലേക്ക് ഒരു ബീറ്റ് ഫ്രീക്വൻസിക്ക് എന്താ സംഭവിച്ചത്?
ദ ബീറ്റ് ഫ്രീക്വൻസി ഇൻക്രീസസ്. ബീറ്റ് ഫ്രീക്വൻസി ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ പ്രകാരമാണ് കറക്റ്റ് ആവുന്നത്. സെക്കൻഡ് വൺ ലോജിക്കലി തെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ശരി. അത് പ്രകാരം ന്യൂ എ എന്ന് പറയുന്നത് 384-നേക്കാൾ 4 കൂടുതലാണ്. 384-നേക്കാൾ 4 കൂടുതൽ വരുമ്പോൾ 388 ആണ് ആൻസർ വരിക. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഗൈസ്, ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നല്ല കോൺസെപ്റ്റ് ആണ്. എ ട്യൂണിംഗ് ഫോർക്ക് എ ഓഫ് അൺനോൺ ഫ്രീക്വൻസി പ്രൊഡ്യൂസസ് 5 ബീറ്റ് വിത്ത് എ ഫോർക്ക് ഓഫ് നോൺ ഫ്രീക്വൻസി 340. അപ്പോൾ 340യും എയും രണ്ട് ഇക്വേഷൻ എഴുതി വെക്കുക. അതിലേതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ ഫോർക്ക് എ ഈസ് ഫൈൽഡ്. ഫോർക്ക് എ ഫയൽ ചെയ്യാന്ന് പറയുമ്പോൾ ഫോർക്ക് എൻ്റെ ഫ്രീക്വൻസി കൂടും. ദ ബീറ്റ് ഫ്രീക്വൻസി ഡിക്രീസസ് ടു 2 beat per second. What is the frequency of A? 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ കമൻറ്റ് ചെയ്യുക. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്നാണ് അർത്ഥം. ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന GIBക്ക് മാത്രമല്ല, നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ് എക്സാമിനും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് GIBക്ക് രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള QR കോഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. GIB എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എക്സാംസ് എഴുതിയാണ് നമുക്ക് വലിയൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്ത ഇപ്പം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികളൊക്കെ എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന ഒരു ഫാക്ടറാണ് GIB അവരുടെ സ്കോറിൽ എത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അത് എത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ GIB ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആരും തന്നെ ഇത് സ്കിപ്പ് ചെയ്യരുത്. രജിസ്റ്റർ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.